നമസ്കാരം. ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ സെഷനും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യണം. എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു സെഷനാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു എയർ കണ്ടീഷനിങ് കൺസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അവനുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ അല്ല, AC വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയണം. എന്നാലും നമുക്ക് ഈ ഒരു സെഷൻ കൂടുതൽ നന്നാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സെഷനിലേക്ക് പോകാം. ഞാൻ ആർക്കിടെക്ട് ഷിനു. ആറ്റിക് ലാബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ചേളായിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഓഫീസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടും ഒന്ന് നോക്കാം. ചേളാരിയിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് അവരുടെ ഓഫീസ് സ്പേസ് വരുന്നത്. അവരവിടെ ഇരിപ്പുണ്ട്. ഇതാണ് അവരുടെ കമ്പനി, സ്വൽജൻ മിൽക്കി ഇന്റർനാഷണൽ കോൺട്രാക്ടിങ്. നമുക്ക് ജസ്റ്റ് ആദ്യം അവരുടെ ഓഫീസ് സ്പേസ് ഒക്കെ ഒന്ന് കാണാം. ഹായ് എവരിവൺ, ഞാൻ അബ്ദുൽ സത്താർ. ഇത് ഞങ്ങളുടെ കമ്പനി സ്വൽജൻ മിൽക്കി ഇന്റർനാഷണൽ കോൺട്രാക്ടിങ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങൾ ബേസിക്കലി ബ്ലൂ സ്റ്റാർ കൊമേഴ്ഷ്യൽ എയർ കണ്ടീഷനിങ് ഡിവിഷൻ്റെ മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് സിസ്റ്റം ഡീലറാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് എയർ കണ്ടീഷനിങ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മലബാർ റീജിയൻ ഫുള്ളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. മലപ്പുറം, കാലിക്കറ്റ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് വരെ. ഹോസ്പിറ്റൽ സെഗ്മെന്റിലാണെങ്കിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, പിന്നെ അതുപോലെ വടകര ആശ ഹോസ്പിറ്റൽ, EMS ഹോസ്പിറ്റൽ, പെരുന്തൽമണ്ണ ഹാജി ഹോസ്പിറ്റൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലാണെങ്കിൽ ഭീമ ജ്വല്ലേഴ്സ്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, പിന്നെ നമ്മൾ കല്യാൺ സിൽക്സ് നമ്മളെ വൺ ഓഫ് ദ മേജർ ക്ലയന്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ചെയ്യുന്നത് ഫെസിൻ ഇന്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിൽ വരുന്ന the biggest hotel, 130 rooms ഉള്ള ലക്ഷറി ഹോട്ടൽ നമ്മളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ടുവേർഡ്സ് എൻഡിങ് സ്റ്റേജ് ആണ്. ഇപ്പം ലാസ്റ്റ് മാർച്ച് ഏപ്രിൽ ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഓപ്പൺ. ബട്ട് നമ്മുടെ ഈ അൺഎക്സ്പെക്റ്റഡ്ലി വന്ന ഈ കൊറോണ കാരണം അത് പോസ്റ്റ്പോൺ ആയി. അതൊക്കെ നമ്മൾ മേജർ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എയർ കണ്ടീഷനിങ്ങിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യുക, അതുപോലെ പൊടി, ഡസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ ബാഡ് സ്മെൽ, ഓഡർ സ്മെല്ല്, അതേപോലെ തന്നെ ഇതിൻ്റെ എയറിൻ്റെ ഫ്ലോ കൺട്രോൾ. നമ്മൾ ആ ഒരു സ്പേസിൽ എയറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക. നമുക്ക് എവിടെയാണ് ആവശ്യമുള്ള ആക്ച്വലി പാറ്റേൺസ് ഒക്കെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ നോർമലി നമ്മൾ വീടുകളിലൊക്കെ കാണുന്ന സ്പ്ലിറ്റ്, ഹൈ വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ്ങിൽ ഇൻഡോർ യൂണിറ്റും പിന്നെ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കണ്ടൻസിങ് യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഒരു മറ്റൊരു പേര്. ഈ സ്പ്ലിറ്റ് AC നമ്മൾ കാണുന്ന സാധനത്തിന് ഹൈ വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഹൈ വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് AC. എല്ലാവരും ജനറലി അതിന്റെ സ്പ്ലിറ്റ് AC എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഹൈ വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് AC എന്നാണ് അതിന്റെ ആക്ച്വൽ വേർഡിങ്സ്. അതിനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞത്. ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ വന്നിട്ടുള്ളത് ഈ സ്പ്ലിറ്റ് ACs എന്നുള്ളൊരു സെഗ്മെന്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ നമ്മുടെ ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞത് ഇതിന്റെ എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു എന്നതിന്റെ ബേസിലാണ് ഈ സ്റ്റാർ റേറ്റിംഗ് ഇടുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ അത് നിർണ്ണയിക്കുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, BEE എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്പ്ലിറ്റ് ACs നമുക്ക് മെയിൻലി രണ്ട് കാറ്റഗറി. ഒന്ന് ഫിക്സ്ഡ് സ്പീഡ് ACസും, സെക്കൻഡിൽ വന്നിട്ട് നമുക്ക് ഇൻവേർട്ടർ ടൈപ്പ് ACസും. ഈ ഫിക്സ്ഡ് സ്പീഡ് ACs നമുക്ക് ഒരു 2 വർഷം മുമ്പ് വരെ ഫിക്സ്ഡ് സ്പീഡ് ACസിലാണ് നമുക്ക് ഈ സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാറും അതുപോലെ 5 സ്റ്റാറും ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ആ ഒരു ലാസ്റ്റ് 2 വർഷം മുമ്പൊക്കെ ആവും നമുക്ക് ഈ ഇൻവേർട്ടർ AC എന്ന സംഭവം വളരെ പോപ്പുലർ ആയിട്ട് വന്നത്. ആ പോപ്പുലർ ആയിട്ട് വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഫിക്സ്ഡ് സ്പീഡ് ACയിലെ പഴയ 3 സ്റ്റാർ കംപ്ലീറ്റ്ലി ഈ BEE എടുത്ത് ഒഴിവാക്കി. എന്നിട്ട് അതിലെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സംഭവം എന്താക്കി, അത് ഫിക്സ്ഡ് സ്പീഡ് എന്നുള്ള ഒരു ജനറൽ കാറ്റഗറി ആക്കി മാറ്റി. എന്നിട്ട് ഇൻവേർട്ടർ ACയിൽ സ്റ്റാർ റേറ്റിംഗ് കൊണ്ടുവന്നു. കാരണം അതാണ് ഇനിയുള്ള ടെക്നോളജി എന്നുള്ള രീതിയിൽ ഇൻവേർട്ടറിൽ കുറച്ചും കൂടെ അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നു. അതിലിപ്പോൾ നമുക്ക് 3 സ്റ്റാറും അതുപോലെ 5 സ്റ്റാറും ഉണ്ട്. പഴയ ഓൾഡ് 5 സ്റ്റാർ ഫിക്സ്ഡ് സ്പീഡ് ACയുടെ ഒരു നോർമലി നമ്മൾ പറയുന്ന പവർ കൺസംഷൻ റേഞ്ച് എന്ന് പറയുന്നത് 1 ടണ്ണിനുള്ള റേഞ്ച് എന്ന് പറയുന്നത് 1000 വാട്ട്സ് തൊട്ടിട്ട് 1100 വാട്ട്സ് വരെ. അതാണ് അതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള പവർ കൺസംഷൻ.
നമ്മൾ അത് ഇൻവേർട്ടർ എ സിയിലേക്ക് വരുമ്പോൾ ഇൻവേർട്ടറിൽ 3 സ്റ്റാർ, അതിൽ ലോവർ 3 സ്റ്റാറിൽ വന്നിട്ട് 950 വാട്ട്സ് ടു 1050 വാട്ട്സ് എന്നുള്ള റേഞ്ചിലാണ് അതിൽ 3 സ്റ്റാർ വരുന്നത്. അതിൽ തന്നെ ഇൻവേർട്ടറിൽ തന്നെ 5 സ്റ്റാറിലേക്ക് വരുന്ന സമയത്ത് അത് 850 950, ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ്. അപ്പൊ ഇത് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലോങ് ടൈമിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായാലും ഈ BEE ഒക്കെ ഒരുപാട് പുതിയ പുതിയ അഡ്വാൻസ്മെന്റ്, അതുപോലെ പുതിയ എനർജി സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന സ്ഥിതി, കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഭയങ്കര നമുക്ക് ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള 5 സ്റ്റാർ തന്നെ പോകുന്നതാണ് ഒരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലത്. കാരണം അതിന്റെ ഇനീഷ്യൽ കോസ്റ്റിലെ ഡിഫറൻസ് എന്നുള്ളത് 3000 അല്ലെങ്കിൽ 4000 ഇത്ര എന്നുള്ള ഒരു 1 ടണ്ണിൽ സെയിം കമ്പനിയിൽ നമ്മൾ 3 സ്റ്റാറും 5 സ്റ്റാറും എടുക്കുന്ന സമയത്ത് ഒരു 3000 അല്ലെങ്കിൽ 4000 രൂപ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ട് പീരിയഡ് ഇലക്ട്രിസിറ്റി ബില്ലിൽ എന്തായി പോകും, അത് റിക്കവർ. അതായത് 5 സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പവർ കൺസപ്ഷൻ, പവർ റേഞ്ച് പറഞ്ഞല്ലോ 850 to 950 അല്ലേ, 950 വാട്ട്സിലാണ്. നേരെ മറിച്ച് 3 സ്റ്റാർ ആകുമ്പോഴേക്കും അത് 1050 വരെ പോകുന്നുണ്ട്, 1150 വരെ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ കൂടുതൽ പവർ എടുക്കുന്ന സാധനം കുറെ സമയം ഉപയോഗിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് പവർ യൂസ് ചെയ്യും. കുറഞ്ഞ പവർ കൺസ്യൂം ചെയ്യുന്ന സാധനം നമ്മൾ കുറച്ച് സമയം യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, നമുക്ക് പവർ സേവിങ്. നമുക്ക് ഇനീഷ്യലി നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്ന എമൗണ്ട്, അതായത് മാക്സിമം ഞാൻ പറഞ്ഞില്ലേ 3000 ഒരു 5000 അല്ലെങ്കിൽ 6000 റേഞ്ച് കൂട്ടി കൊടുക്കും. അല്ല നമ്മൾ പ്രീമിയം ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് 5000-6000 രൂപ വ്യത്യാസം കാണുള്ളൂ 3 സ്റ്റാറും 5 സ്റ്റാറും തമ്മിൽ. ആ ഇനീഷ്യലി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ആദ്യത്തെ 6 മാസത്തെ ബില്ല് കൊണ്ട് തന്നെ റിക്കവറി കിട്ടും. പിന്നെ ഇപ്പം പൊതുവെയുള്ള തെറ്റിദ്ധാരണ ഇൻവേർട്ടർ ടെക്നോളജി, ഇൻവേർട്ടർ ACസിൽ ബോർഡൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്, അത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ജനറൽ കംപ്ലൈന്റ് ഉണ്ട്. അത് ഉണ്ടായിരുന്നു. ആക്ച്വലി വന്ന ഇൻവേർട്ടർ ടെക്നോളജി ഒരു പുതിയ ഒരു ടെക്നോളജി ആയി വന്നിരുന്ന അതിന്റെ ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് പൊതുവെ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്തായി, ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇതായിരുന്നു. ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് എന്തായിട്ടുണ്ട്. ഇപ്പൊ അത് അങ്ങനെ ഒരു ഇഷ്യൂസ് എന്തില്ല. പിന്നെ അതുപോലെ നമ്മള് ഒരു റൂം നമ്മുടെ ഒരു റൂമിലേക്ക് എത്ര ടണ്ണേജ് വേണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാ ഒരു തമ്പ് റൂൾ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക്, കാരണം ഇപ്പൊ സാധാരണ ഒരാൾ AC വാങ്ങാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടുത്തെ ഷോറൂം ബോയുടെ അടുത്തായിരിക്കും ചോദിക്കുക ഇത്ര സൈസ് ഉണ്ട്, അപ്പൊ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ചോദിക്കുന്ന ആരായിരിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നുള്ള ഒരു നമ്മളെ ഓഡിയൻസിന് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഏറ്റവും പ്രൈം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ആ ഒരു സ്പേസിന്റെ റൂമിന്റെ ഏരിയ, രണ്ടാമത് അതിനകത്തുള്ള എന്താണ് നമ്മുടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണുള്ളത്, പിന്നെ അതുപോലെ അതിന്റെ അകത്ത് എത്ര പേര് ഇരുന്നിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് പീക്ക് ടൈമിൽ നമ്മൾ എത്ര, ഒരു ബെഡ്റൂം ആണെങ്കിൽ മാക്സിമം നമ്മൾ 2 അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞിറക്കം 3 പേരും, അതേപോലെ നമ്മൾ ലിവിംഗ് ആണല്ലോ, അപ്പം ഒക്യുപ്പൻസി എന്ന് പറയും, എത്ര പേർക്കുള്ള റൂമാണെന്ന് വെച്ചാൽ അതിന്റെ ഒക്യുപ്പൻസി. പിന്നെ അതുപോലെ ആ റൂം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് അതൊരു മേജർ ഫാക്ടറാണ്. പിന്നെ അതുപോലെ ബിൽഡിംഗ് ഓറിയന്റേഷൻ, അതായത് നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ അതിന്റെ ഓറിയന്റേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഫേസ് ചെയ്യുന്ന റൂമാണെന്ന് കേൾക്കുക, വാൾ ചുമര് അല്ലെങ്കിൽ നമ്മുടെ വാളിലുള്ള ഒരു റൂമാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി കൂടുതൽ ഹീറ്റ് ജനറേഷൻ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഏരിയയിൽ അത് ഈ ഓറിയന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് അല്ല, ഞാനൊന്ന് നമ്മള് ആർക്കിടെക്ചർ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതുപോലൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂമുകൾ ഓറിയന്റ് ചെയ്യുന്ന സ്ഥലം നമ്മള് സൗത്ത് വെസ്റ്റ് സൈഡിൽ ചൂട് കൂടുതലായിരിക്കും കേട്ടോ. ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൺസ്ട്രക്ഷനുമായിട്ടുള്ള എല്ലാ, ഞാനിപ്പോ സത്താറത് പറഞ്ഞപ്പോ ഓർമ്മ എടുത്തപ്പോ ഞാൻ ഇടപെട്ടതാണ് സത്താറ. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എന്താണ് ഹീറ്റ് ജനറേഷൻ, അകത്തേക്ക് വരുന്ന ഹീറ്റിന്റെ ഇത് കൂടും. ഗ്ലാസ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം പുതിയ വരുന്ന ഡിസൈനുകളിലൊക്കെ നിങ്ങൾ ആർക്കിടെക്ചർ ഒരുപാട് ഗ്ലാസ് ഇൻവോൾവ് ആക്കാറുണ്ട്. ഇനി സപ്പോസ് അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്താണ് ഷെയ്ഡഡ്, അതുപോലെ ടിൻഡഡ്, ഇതെല്ലാം ഷെയ്ഡിങ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. AC വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം അത് ഇനീഷ്യലി തന്നെ നിങ്ങൾ ആ സംഭവം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫാക്ടേഴ്സ് എല്ലാം എന്താണ് ആർക്കിടെക്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഡെഫിനറ്റ്ലി എന്തായിരിക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഇനീഷ്യൽ കോസ്റ്റും, അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം എന്താക്കുന്നതാണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ ഒരു തമ്പ് റൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ റെസിഡൻഷ്യൽ സെഗ്മെന്റ് ആണ് ഞാൻ പറയുന്നത്,
ഒരു 120 സ്ക്വയർ ഫീറ്റ് ടു 150 സ്ക്വയർ ഫീറ്റിലേക്ക് ഒരു ടണ്ണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വീട്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വീട് നിൽക്കുന്ന സ്ഥലത്തെ ആംബിയൻ ടെമ്പറേച്ചർ, അതായത് പീക്ക് ടൈമിലെ ആംബിയൻ ടെമ്പറേച്ചർ എത്രയെന്നുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തത് അകത്ത് അത് യൂസ് ചെയ്യാൻ പോകുന്ന ആളുടെ ടെമ്പറേച്ചർ കംഫർട്ട് എത്രയാണെന്നുള്ളത് ഒരു മേജർ ഫാക്ടറാണ്. ഇപ്പം ഒരു പുറത്തൊക്കെ പോയി വന്ന് നിന്ന ആളെ സംബന്ധിച്ചിടത്തോളം 19 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ വേണമെന്ന് ഉള്ള ഒരാളാണ്. അതിൻ്റെ അത് പറ്റില്ല എന്നുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം, നമ്മൾ 150 എന്നുള്ള ഒരു കൺസെപ്റ്റ് തമ്പറൂളിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മൾ ഇതുവരെ എ സി ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾ ഇനി അങ്ങോട്ട് പറ്റുന്നില്ല, ഇനി അത് എ സി ആവാം എന്നുള്ളൊരു തോന്നലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അതെ, നമ്മൾ പലപ്പോഴും എ സി വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഈ ചൂട് സഹിച്ചിട്ട് നമ്മൾ ഇനി സഹിക്കാൻ വയ്യ എ സി വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും എ സി പോയി വാങ്ങാറ്. അപ്പോ 150 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു 12 അടി ബൈ 12 അടി 12 അടി റൂമിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു ടൺ എന്നുള്ള ഒരു സംഭവം മതിയാവും. നോർമലി ആളുകൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നു, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ബെഡ്റൂമിന് ഉള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ നേരം റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കൂടാൻ വേണ്ടിട്ട് 19 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി ഇടും. പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഒരുപാട് നേരം പോവാണെങ്കിൽ നിങ്ങളുടെ പവർ കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. അതിന് പകരം വൺസ് നിങ്ങൾ ആ റൂം ഒന്ന് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പെട്ടെന്ന് തന്നെ ഈ 24 അല്ലെങ്കിൽ 25 അതിന്റെ മേലേക്കുള്ള ടെമ്പറേച്ചറിലേക്ക് എത്രയും പെട്ടെന്ന് മാറും. അപ്പൊ ഇത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ എ സി ത്രൂ ഔട്ട് ഒരു 19 20 ഡിഗ്രിയിൽ ഇടുന്നതിന് പകരം റൂം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 24 ഡിഗ്രിക്ക് മുകളിലേക്കുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും നന്നായിരിക്കും. പവർ കൺസപ്ഷൻ കുറയാൻ വേണ്ടിയിട്ട് അതായിരിക്കും നന്നായിരിക്കും. അതുപോലെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഇത് ചെയ്തിട്ട് ഇടയ്ക്ക് ഓഫ് ആക്കി ഓൺ ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിലെ പവർ കൺസപ്ഷൻ കംപ്ലീറ്റ്ലി ഈ കംപ്രസർ ഓൺ ആകുന്നതിന് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഫ്രീക്വന്റ്ലി ഓൺ ആൻഡ് ഓഫ് ആക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഒരു പ്രശ്നമില്ല. എത്രത്തോളം നിങ്ങൾ എത്ര സമയം നിങ്ങൾ ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നു അത്രയും മാത്രമേ എന്താവുള്ളൂ. ഈ 25 ഡിഗ്രിന്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ കംപ്രസർ വർക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ തണുക്കുന്ന ടെമ്പറേച്ചർ വരും. അപ്പൊ ഈ 24 to 25 വരുമ്പോഴേക്കും കൺസപ്ഷൻ കുറയാനുള്ള റീസൺ എന്താണ്? കാരണം എന്ന് വെച്ചാൽ ലോഡ് അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ ഇപ്പം പുറത്തെ ടെമ്പറേച്ചർ ഒരു 32 അല്ലെങ്കിൽ 33 ഡിഗ്രിയിലുള്ള ഒരു സീസണിലാണ് നമ്മൾ എ സി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 24 ഡിഗ്രിയാണ്. അപ്പൊ ഈ 33 അല്ലെങ്കിൽ 34 ഡിഗ്രി ഇന്ന് നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ എങ്ങോട്ട് കൊണ്ടുവരണം, ഈ 24 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ 24 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഈ എ സി ഒരു അരമണിക്കൂർ വർക്ക് ചെയ്യുന്നു, 24 ഡിഗ്രിയിൽ റൂം അച്ചീവ് ആയി. 24 ഡിഗ്രിയിൽ റൂം അച്ചീവ് ആയി കഴിഞ്ഞാൽ എ സി എന്താവുമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്പീഡ് താഴത്തോട്ട് കൊണ്ടുവരും. അതുപോലെ ഇങ്ങനെ, അതായത് നമ്മള് ഒരു പവർ കൺസപ്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എ സി റൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഏകദേശം ഒരു ഫാനിന്റെ എത്ര കൺസപ്ഷൻ ഉണ്ടാവും എന്നുള്ളത് അറിയണമെങ്കിൽ, ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാൾ ഫാൻ ആണെങ്കിലും സീലിംഗ് ഫാൻ ആണെങ്കിലും ഒരു റേഞ്ച് ആയിട്ട് പറയുന്നത് 75 വാട്ട്സ് തൊട്ടിട്ട് ഒരു 100-110 വാട്ട്സ് ആണ് നോർമലി ഉള്ള നമ്മളുടെ ഈ രണ്ട് ഫാനുകളുടെയും ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 1 ടൺ എ സി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 3 എടുക്കുകയാണെങ്കിൽ 1000 വാട്ട്സ് എന്നുള്ള ഒരു ആവറേജ് ആക്കി എടുക്കണം. അങ്ങനെ 1000 ഫാൻ ഒരു 100 ആണെന്ന് വിചാരിക്കാം. 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10 ഫാൻ വർക്ക് ചെയ്യുന്ന പവർ എന്തെടുക്കും, ഒരു എ സി ഒരു മണിക്കൂർ. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ഒരു എ സി ഒരു 1 അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടില് നമ്മുടെ വാൾ ഫാൻ അതൊരു 100 ഇല്ല, ഒരു 75-80 ഒക്കെ വാട്ട്സ് ഉണ്ടാകുമെന്ന് പറയണത്. നമ്മളൊരു 100 ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 10 ഫാൻ ഒരു മണിക്കൂർ കറങ്ങുന്ന അത്രയും പവർ ആയിരിക്കും നമ്മളൊരു എ സി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം എത്രത്തോളം പവർ എ സി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ അറിയാം. അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ എ സി ഒരിക്കലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എ സിനെ പിന്നെ തിരിഞ്ഞു നോക്കാറേ ഇല്ല. എ സി എപ്പോഴെങ്കിലും പണി മുടക്കി കഴിഞ്ഞാൽ ഒരു സർവീസ് ടെക്നീഷ്യൻ വരുന്ന സമയത്താണ് നമ്മൾ എ സി സർവീസ് ചെയ്യുന്നതും. അന്നേരം അത് തുറക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഡസ്റ്റും പൊടിയൊക്കെ കാണാം. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു നമ്മളൊരു ഏതൊരു ടൈം ഡ്യൂറേഷനിലാണ് നമ്മൾ ഈ എ സി സർവീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പൊടി തട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്? നമ്മളെ ഈ സ്പ്ലിറ്റ് എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ അതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഈ റൂമിലുള്ള കംപ്ലീറ്റ് ഡസ്റ്റ്, അണുക്കള്, ബാക്ടീരിയാസ് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ഈ ഫിൽറ്ററിൽ വന്നിട്ട് നമ്മൾ ബ്ലോക്ക് ആയിട്ട് എഗൈൻ ആൻഡ് എഗൈൻ നമ്മൾ ആ ഒരു എയർ ആണ് നമ്മൾ എന്താക്കുന്നത് ഓൾവേസ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ
ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റേഴ്സിൻ്റെ ഒക്കെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജനറൽ സർവീസ് കിട്ടും. അതായത് അതിൽ ഫിൽട്ടർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റാളേഷന് AC ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ സർവീസ് ബോയെ കൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഓപ്പറേഷൻ ഒന്ന് റിമോട്ടിൽ ഓപ്പറേഷൻസ്, കാരണം ഇതിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. സ്ലീപ്പ് മോഡൊക്കെ എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്യാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൽ കിടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ലീപ്പ് മോഡൊക്കെ ഓണാക്കി വെച്ചാൽ, അതായത് 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പ് മോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി അത്യാവശ്യം എല്ലാവർക്കും അറിയാം നമ്മളൊരു മിഡ് നൈറ്റിന് ശേഷം നമ്മുടെ നോർമൽ ആംബിയൻ ടെമ്പറേച്ചർ നോർമലി കൂളാണ്. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ AC കിടന്ന് ഓടിയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ക്യാഷ് ഡ്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഈ സർവീസ് ടെക്നീഷ്യൻ്റെ അടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഓപ്പറേഷൻ ഒന്ന് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫിൽറ്റർ, ഓരോ AC-യുടെയും ഫിൽറ്റർ ക്ലീനിങ് അതിൽ ആ ഒരു ബോഡി തുറക്കുന്ന ഒരു സംഭവം മാത്രമേ നമുക്ക് അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൂ, കഴിക്കുന്നതും അത് തിരിച്ച് ഫിറ്റ് ആക്കുന്നതും. അപ്പോൾ ആ ഒരു സംഭവം ഇനീഷ്യലി തന്നെ എന്താ അവരോട് ചോദിക്കത്തില്ല, ഞങ്ങളിപ്പം ക്ലീനിങ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് എങ്ങനെയാണ് ഇത് കവർ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നത് ഇവരുടെ ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ എത്ര ഫ്രീക്വൻസിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ മന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യുക, ആ ഫിൽറ്റർ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ലാബ് നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു AC ഇത് ഓപ്പൺ ആക്കി നമുക്ക് കാണിക്കാൻ പറ്റുമോ, ക്ലീൻ ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റുമോ? ആക്സസിബിൾ ആയിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിയൻസിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം എനിക്ക് എന്റെ ഓഫീസിലെ AC പോയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ നമ്മളെ ക്ലീൻലിനെസ് എന്നുള്ള വളരെ ഹൈജീൻ ആവും എന്നുള്ളൊരു ഒരു സംഭവം അറ്റൻഡ് ചെയ്ത് നമുക്കുണ്ട്. പക്ഷെ ഔട്ട്ഡോർ യൂണിറ്റ് വെക്കുന്ന സ്പേസും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് ഞാൻ വേറൊരു ടിപ്സ് ആയിട്ട് പറയാം. നമ്മൾ ഈ എന്താണ് ഔട്ട്ഡോർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് വേണം നിങ്ങൾ ഓൾവേസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുറത്തുനിന്ന് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കൊണ്ടിട്ട് ഒരിക്കലും ഔട്ട്ഡോർ യൂണിറ്റ് വെക്കരുത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചിലപ്പോൾ എന്താണ് അസ്തെറ്റിക്കലി പുറത്തുനിന്ന് ആരും കാണാത്ത രീതിയിലൊക്കെ ആയിരിക്കാം, പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആംബിയന്റ് എയർ കിട്ടാത്തത് കാരണം ഇതിൽ നിന്നുള്ള ചൂട് എയർ ഫ്രണ്ടിൽ എവിടെയെങ്കിലും കവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോയി ഇടിച്ചിട്ട് തിരിച്ച് അതിനായിരിക്കും മെഷീനിലേക്ക് വരുന്നത്. സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി അങ്ങനെ തന്നെ കുറയും, നിങ്ങളുടെ പവർ കൺസംഷൻ കൂടി, ഇലക്ട്രിക്കൽ ചാർജസ് ഒത്തിരി അങ്ങ് എന്തായി പോകും, കൂടിയിട്ട് പോകും, കൂടുതൽ വരും. അതുപോലെ തന്നെ ഈ പറയുന്ന ഔട്ട്ഡോർ യൂണിറ്റ് വെക്കുന്ന ഏരിയ ഓൾവേസ് കുറച്ച് ഒരു പ്രതലത്തിൽ നിന്ന് പൊക്കിയിട്ടുള്ള സ്ഥലമായി കഴിഞ്ഞാൽ, അതായത് പൊടിയും കാര്യങ്ങളൊന്നും, കാരണം അതിലൊരു ഫാനാണ്, ബ്ലോവറാണ്. ആ ബ്ലോവർ ആക്ച്വലി വന്നിട്ട് അതിന്റെ ചുറ്റുള്ള എയർ കൂൾഡ് എയർ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ചൂടുള്ള എയർ ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നത്, തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഡസ്റ്റി സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ എന്താവും, വലിച്ചിട്ട് ഈ കോയിൽ എന്താകും, ക്ലോക്ക് ആവും. ഈ കോയിൽ ക്ലോക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിന്റെ ചൂട് പുറന്തള്ളാനുള്ള കപ്പാസിറ്റി കുറയാണ് ഈ കണ്ടൻസിങ് യൂണിറ്റിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഔട്ട്ഡോർ യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ഈ നിലത്ത് സർഫേസ് ചെയ്ത് കുറച്ച് റേസ് ചെയ്ത്, കാരണം അതിന് ആകെ 700 രൂപ 800 രൂപ സ്റ്റാൻഡിന് വില വരുള്ളൂ. എന്തിനാ നമുക്ക് ഈസിയാണ്, നിങ്ങൾ സ്റ്റാൻഡൊന്നും കൊണ്ടുവരണം, എനിക്ക് ഇവിടെ എന്താണ് നമുക്ക് നിലത്തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്താക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ നിലത്തന്നെ വെക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തുള്ള ഫുള്ള് ഡസ്റ്റും ഈ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, ഇതിന്റെ ഉള്ളിൽ ഇതായിട്ട് ഈ കോയിൽ ക്ലോക്ക് ആകും. കോയിൽ ക്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എനർജി പുറന്തള്ളാനുള്ള എന്ത് പോയി കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ നല്ലോണം കറണ്ട് ചാർജ് ആവും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എലിവേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈവൻ എലിവേറ്റഡ് ആണെങ്കിലും താഴെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ വൺസിന്റെ വയല് വീട്ടിൽ ബ്ലോവറൊക്കെ അല്ലെങ്കിൽ ബ്ലോവറോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് അടിച്ച് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുക. വയലേരിയ മാത്രം ഒന്ന് വെള്ളം അടിച്ചിട്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇതിലൊന്നും അവർ വരേണ്ട ആവശ്യമില്ല, എന്താണ് ജനറലായിട്ട് ചെയ്യാവുന്ന സമയം. കാരണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോക്കറ്റ് അനാവശ്യമായിട്ട് കാലിയൊന്നും നമുക്ക് എഫിഷ്യൻസി കൂടും, നല്ലോണം കൂടും. കാരണം ഇത്രയധികം പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇത്രയും കെയർ കൊടുത്ത് നമ്മൾ അതിനെ സ്ഥിരമായിട്ട് നോക്കിയിട്ടുണ്ടാവണം. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് AC എങ്ങനെ വളരെ ഈസി ആയിട്ട് വീട്ടില് ഉള്ളവർക്ക് തന്നെ സർവീസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സർവീസ് എക്സ്പേർട്ട് സർവീസ് ടെക്നീഷ്യന്റെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ നമുക്ക് സർവീസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചെറിയൊരു ഡെമോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇൻഡോർ യൂണിറ്റും അതുപോലെ ഔട്ട്ഡോർ യൂണിറ്റും, അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ, ചെയ്യാണ്ടിരുന്നാലുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡോർ യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മളുടെ ടെക്നീഷ്യൻ അഫ്സർ നമുക്ക് എന്താക്കി തരും, ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് തരും. ആദ്യം ഇൻഡോർ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഔട്ട്ഡോറിലേക്ക് പോകാം.
ഇവിടെ ഇപ്പോൾ നമ്മളിതൊരു ഡിസ്കഷൻ, നമ്മളെ ഓഫീസിലെ തന്നെ ഒരു ഡിസ്കഷൻ റൂമാണിത്. അപ്പം നമ്മളിത് ഓൾറെഡി ഒരു വലിയൊരു ടേബിളാണുള്ളത്. അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ മേലെ തന്നെ കയറിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതല്ലാത്ത വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലാഡറോ അതല്ലെങ്കിൽ ചെറിയൊരു ചെയറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് ചെയ്യാം. ആദ്യം AC-യുടെ പവർ ഓഫ് ചെയ്യാം റിമോട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെയിൻ ഇലക്ട്രിക്കൽ കണക്ഷൻ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെ സ്പ്ലിറ്റ് AC ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന പാനലുണ്ടല്ലോ, ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു പോയിന്റ് ഉണ്ടാവും. അതായത് നമ്മളൊരു കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വലിക്കാൻ പറ്റില്ല. ആ 2 പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് കൈ ഒന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഈ ഫ്രണ്ടിലെ പാനൽ ഇതുപോലെ നമുക്ക് പൊക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം ഫിൽറ്റർ ഇതുപോലെ അതിൻ്റെ സൈഡിൽ ക്ലിപ്പ് 2 പോർഷനായിട്ടോ അല്ലെങ്കിൽ ചില AC-കളിൽ സിംഗിൾ ആയിട്ടോ ഉണ്ടാവും. അത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിപ്പ് ഒന്ന് മേലേക്ക് പൊന്തിച്ചുകൊണ്ട് എന്താക്കുക മതി, പുറത്തേക്ക് വലിച്ചാൽ ഈ ഫിൽറ്റർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മളുടെ ഫിൽറ്റർ. ഇതിപ്പോൾ നമ്മൾ റെഗുലർലി ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിൽ വലിയ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്നൊരു ക്ലോസ് പിക്സ് കാണിക്കാം. സർവീസ് ചെയ്തിട്ട് ഫുള്ള് ഡസ്റ്റ് പോയി എന്ന് ഉറപ്പ് വരുത്തുന്നവരെ വെള്ളം കൊണ്ടൊന്ന് ക്ലീൻ ആക്കുക. അതിനുശേഷം ഒന്ന് വെള്ളം കുടഞ്ഞ് ഒഴിവാക്കിയിട്ടൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാണ് വേണ്ടത്. ഫിൽറ്റർ വാട്ടർ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അവർ ഒന്നുമില്ല. നോർമലി നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് തിരിച്ചു വെക്കുന്നത് എന്താക്കും, നമ്മൾ ആ ലീവ് ഒന്ന് നമ്മളെ കാണിക്കും. ഇത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഈ 4 സൈഡിലുള്ള ഈ ലോക്ക് കാണുകൾ, ഈ 2 സൈഡിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇത് തിരിച്ചു വെക്കുന്ന ഒന്ന് കാണിച്ചു തരും നോക്കുക. നേരെ നിങ്ങൾ മേലേക്ക് ഇങ്ങനെ നീക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മേലോട്ടാക്കിയിട്ട് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഈ ലോക്കൽ കൊടുക്കുന്ന രീതിയിൽ തിരിച്ചു വെക്കുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഇത് എന്താക്കുന്നു, തിരിച്ച് നമ്മളതിൻ്റെ ഇതിൽ ഈ സംഭവം തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫിൽറ്റർ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഔട്ട്ഡോർ യൂണിറ്റാണ് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ബേസിക് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഈ ബ്ലോവറിൽ ഇതാകെ ഒരു 1000 രൂപ റേഞ്ചിൽ കിട്ടുന്ന സാധനമാണ്. നമ്മളെ ഈ പൊടിയെല്ലാം തട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഒരു പ്രാവശ്യം വാങ്ങി വെച്ചാൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് ഇതൊന്ന് ഉണ്ടാവുക. പിന്നെ അതുപോലെ നമ്മൾ നോർമൽ പൈപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ വാട്ടർ ലൈൻ, ഈ ഒരു ഹോസില്ല, ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ ഇത് AC നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഫസ്റ്റ് ഈ ബ്ലോവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോയിലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇതുവഴി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലോവർ വെച്ചിട്ട് ഇതിൽ എയർ ഡസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു പോകാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്ലോവർ അടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡസ്റ്റെല്ലാം പോയിട്ടുണ്ട്. ഇത് ബ്ലോവർ ഉണ്ടെങ്കിൽ മാത്രം മതി, ഇത് വാങ്ങി നല്ല കാര്യമാണ്. ഇനി അത് പറ്റാത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, വാട്ടർ സർവീസ് ചെയ്താൽ മതി. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മൾ നോർമൽ ഹോസിൻ്റെ തലയിൽ ഇതൊരു നോസിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോസ് ഒന്ന് ജസ്റ്റ് കോയിലിലേക്ക് പിടിച്ചാലും മതി. അപ്പോൾ ഇതുപോലെ നമ്മളെ ഈ കോയിലിലേക്ക് നല്ലോണം ഹോസിൽ എന്ത് ചെയ്യുക, വെള്ളം ബാക്ക് സൈഡിൽ നിന്ന് അടിക്കുക. ഈ കോയിലുള്ള വെച്ചാൽ ഇതിലിപ്പോൾ ബാക്ക് സൈഡിൽ മാത്രമേ ഈ യൂണിറ്റിൽ കോയിലുള്ളൂ. ചില AC-കളിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു L ഷേപ്പിലുണ്ടാവും, L ഷേപ്പ് അല്ലെങ്കിൽ C ഷേപ്പിൽ വരും. അപ്പോൾ ഇതിന് മൊത്തം കോയിലുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ എന്ത് ചെയ്യുക, നല്ലോണം വാട്ടർ ഹോസിലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ ഡസ്റ്റൊന്നുമില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ ലോങ് പീരീഡിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ കളറിൽ തന്നെ എന്താവും മനസ്സിലാവും, ബ്ലാക്ക് കളറിലാണ് വരിക. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ വാട്ടറാണ് വരുന്നത്. കാരണം ഇത് റീസെൻ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഓരോ മാസത്തിലും ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ വാട്ടറാണ് വരിക. അല്ലാന്നുണ്ടെങ്കിൽ കറുത്ത വെള്ളമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം കറുത്ത വെള്ളം വരുന്ന കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ക്ലീൻ ആവുന്നത് വരെ നല്ലോണം ഫോഴ്സിൽ എന്ത് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഇതേമാതിരി അറ്റ്ലീസ്റ്റ് 6 months 1 year ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഡസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബോഡി ഒന്ന് തുടച്ച് ഇതാക്കിയിട്ട് എവിടെയെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഉണ്ടാകുമ്പോൾ അല്ലാതെ തുരുമ്പിക്കാതെ കുറച്ചും കൂടി കൂടുതൽ കാണും ചൂടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഈ ഒരു സെഷനിൽ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് സെഷനാണ്. നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമുക്ക് വേണ്ട ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എന്താ പറയുക കമൻസോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ കിട്ടുന്ന ഒരു സെഷനാണിത്. അപ്പോൾ അതിനകത്ത് സത്താർ നമുക്ക് AC എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ വർക്കിംഗ് തൊട്ട് നമ്മളത് വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സർവീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സത്താറിന് കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ തീർച്ചയായിട്ടും നമ്പർ വയ്ക്കാം. നമ്മുടെ ആറ്റിക് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇത്ര സമയം സത്താർ നമുക്ക് സ്പെൻഡ് ചെയ്തു. എന്തായാലും നമ്മൾ അടുത്ത തരത്തിലുള്ള സംശയങ്ങൾക്കായിട്ട് നമ്മൾ സത്താറിൻ്റെ അടുത്ത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഈ സെഷൻ ഓൾറെഡി ഇത്തിരി ലോങ് ആയി പോയി. പക്ഷേ AC കുറിച്ച് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോസും നിങ്ങൾക്ക് ഇതേപോലെ പെട്ടെന്ന് കാണുന്നതിനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നല്ലൊരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ആശംസകൾ. ആശംസകൾ.